കാണിക്കുന്നത്? മാഡം ആൾക്കാരെ കൊണ്ട് കല്ലെറിയേ. അവര് പബ്ലിക് ആണ്, അൺഓർഗനൈസ്ഡ്. അവർ അങ്ങനെയൊക്കെ ചെയ്യും. നിങ്ങൾ അവരെ പോലെ കല്ലെടുത്തെറിയാണോ വേണ്ടത്? അവർ കല്ലെടുത്തെറിയുമ്പോ എന്തിനാണ് എറിയുന്നതെന്ന് ചോദിച്ചൂടെ? അവരെ പോലെ തന്നെ നിങ്ങളും റിയാക്ട് ചെയ്യും. ഇതൊന്നും നിർത്താൻ പറയും. മാഡം, ഈ നാട്ടിൽ കുറെ പറഞ്ഞ കേൾക്കത്തന്മാരുണ്ട്. അവന്മാരുടെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. ഇപ്പൊ അങ്ങോട്ട് പോകണ്ട മാഡം, ഇവിടുത്തെ വിഒയെ അങ്ങോട്ട് അയക്കാം, അയാൾ പോയി സംസാരിക്കും. ഇല്ല സർ, അതൊന്നും ശരിയാവില്ല. ഞാൻ തന്നെ പോയി സംസാരിക്കാം. മാഡം പോയി സംസാരിക്കാനും മാത്രമുള്ള ആളുകളല്ല അവർ. മര്യാദ എന്താണെന്ന് അറിയാത്ത ജനങ്ങളാ. അവരെന്തിന് നമുക്ക് ബഹുമാനം തരണം? സാധാരണ ജനങ്ങൾ എന്താ നിങ്ങളെ കണ്ട പേടിക്കണം? നമ്മളെ കണ്ട് സ്വാധീനമുള്ള ആൾക്കാർ ആരെങ്കിലും പേടിക്കാറുണ്ടോ? അത് കാണുമ്പോ നിങ്ങൾക്ക് ദേഷ്യം വരാറുണ്ടോ? നമ്മൾ അവരെ ബഹുമാനിച്ചാലേ അവർ നമ്മളെയും ബഹുമാനിക്കൂ. ആരാണവിടെ? പേടിക്കണ്ട, ഞാൻ നിങ്ങളോട് സംസാരിക്കാനാ വന്നത്. ദേവി ഇതൊന്ന് പുറത്തേക്ക് വരൂ. നമസ്കാരം മാഡം. പോലീസ് എന്തിനാ നിങ്ങളെ കല്ലെറിഞ്ഞത്? ഇതിനെല്ലാം കാരണം ആ എംഎൽഎയും കൗൺസിലറാ മാഡം. എത്ര നാളായി സഹിക്കുന്നു. നിങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞ പോലീസുകാരെ കണ്ടുപിടിച്ച് തീർച്ചയായും ഞങ്ങൾ നടപടിയെടുത്തിരിക്കും. ദേവി ഇത് നിങ്ങളൊന്ന് സമാധാനമായിരിക്കും. ആ കൗൺസിലറിനെ അറസ്റ്റ് ചെയ്യോ മാഡം? ഉറപ്പായും കൗൺസിലറെ അറസ്റ്റ് ചെയ്യും, കുഞ്ഞിനെയും രക്ഷിക്കും, നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ. സത്യമായിട്ട് ഇത് രണ്ടും നടക്കില്ല. കൗൺസിലറെ പിടിക്കുമെന്ന് ടിവിയിൽ പറഞ്ഞില്ലേ, ഞങ്ങളോടും പറഞ്ഞില്ലേ. ആരെ കൊണ്ട് പിടിപ്പിക്കുന്ന? കഴിഞ്ഞ മാസം കൗൺസിലറുടെ മോളുടെ പിറന്നാളായിരുന്നു. ഇവിടെയുള്ള എല്ലാ പോലീസുകാരും അവിടെ വന്നു നല്ലോണം വെള്ളം അടിച്ച് ബിരിയാണിയും തന്ന് ഡാൻസ് കളിച്ചിട്ട് പോയി. അവരെ പോലുള്ളവരെ മാഡത്തിന് പിടിക്കാൻ പറ്റുമോ? ആ കുഴി മൂടണമെന്ന് ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞതാ. കഴിഞ്ഞ മാസം ഒരു വണ്ടിക്കാളയുടെ കാല അതിൽ വീണ് ഒടിഞ്ഞുപോയി. എന്നിട്ടും അയാൾ മൈൻഡ് ചെയ്തില്ല. ഞങ്ങൾ വിചാരിച്ചത് ഈ കുട്ടിയെ നിങ്ങൾ രക്ഷിക്കുമെന്നാ. കമ്പി കൊണ്ടിടുന്നു, കയറ് കൊണ്ട് വലിച്ചു കയറ്റുന്നു. എന്നിട്ട് എന്തായി? നിങ്ങൾക്ക് ആ കുഞ്ഞിനെ രക്ഷിക്കാനും കഴിയില്ല, ആ കൗൺസിലറോട്ട് പിടിക്കാനും കഴിയില്ല. പക്ഷേ ഞങ്ങളെയും മനുഷ്യന്മാരായി കണ്ട് ഒന്നൊന്ന് സംസാരിക്കാൻ തോന്നിയല്ലോ. മനസ്സിന് വളരെ സന്തോഷം തോന്നുന്നു മാഡം. ഇതാ മാഡം. മാഡം, വെള്ളം കരിക്കും വെള്ളം പോലെ ആയിരുന്നോ? ഞങ്ങളിപ്പോ മൂത്രമാണ് കുടിക്കുന്ന മാഡം. ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും വലിയവരും എല്ലാം വെള്ളം കുടിച്ച കാലം പോയി. ഇപ്പൊ വെള്ളം കിട്ടാനായി ലോകം മുഴുവൻ അലയണം. മാഡം, ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം മാഡം. ഞങ്ങൾ പൂജിക്കുന്ന ദേവിമാരിൽ ഒരാളായി നിങ്ങളെയും ആരാധിക്കാം മാഡം. രക്ഷിക്കാൻ സാധിക്കില്ലെന്നറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും നിങ്ങൾ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് പബ്ലിക് ഇമോഷണൽ ആയത്. റിയാക്ട് ചെയ്യുന്ന പബ്ലിക്കിനെ ലാത്തി ചാർജ് നടത്തി വരട്ടാതെ അവരോട് പോയി നിങ്ങൾ കൺവിൻസ് ചെയ്യണോ വേണ്ടത്?